കേരളത്തിൽ വലിയൊരു തട്ടിപ്പ് സംഘം, അതായത് വൈറ്റ് കോളർ കൊള്ള സംഘങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ്. അത് ഈ രാത്രിയിൽ വന്ന് വാതിൽ കുത്തി തുറന്ന് അലമാരയിൽ വെച്ച പണം മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന പഴയ രീതിയല്ല, മറിച്ച് ഒരു സഹകരണ സംഘം രൂപീകരിച്ച് എല്ലാവരുടെയും പണം അവിടത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞ് അവിടെ വാങ്ങിച്ചു വച്ചതിന് ശേഷം ആ പണത്തിൻ്റെ അവകാശികൾ അറിയാതെ അത് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. ആ മോഷണത്തിനും ഈ മോഷണത്തിനും ഒരേ സ്വഭാവം തന്നെയാണ്, പക്ഷേ രേഖയായി ചില പേപ്പറിൽ ഒപ്പിടുന്നു എന്ന് മാത്രം. പറഞ്ഞു വരുന്നത് BJPയുടെ മഹാന്മാരായ നേതാക്കൾ ഉൾപ്പെട്ട പെരിങ്ങമല ബാങ്ക് അഴിമതി ഒരു സത്യത്തെ നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ്. അതായത് BJP നേതാക്കൾ സഹകരണ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുമ്പോൾ ജനങ്ങളുടെ പണം അവിടെ സുരക്ഷിതമല്ല, പച്ചയ്ക്ക് കട്ട് തിന്നുകയാണവർ. BJP നടത്തുന്ന ഒരു കമ്മിറ്റിയുടെ കീഴിൽ 4,16,00,000 രൂപ അപ്രത്യക്ഷമായിരിക്കുകയാണ്. പാവങ്ങളുടെ പണം കട്ട് തിന്ന സംഭവത്തിൽ ഇപ്പോൾ നോട്ടീസ് അവരുടെ സ്വന്തം ഉന്നതരിലാണ് എത്തിയിരിക്കുന്നത്. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല, ഇത് BJP നടത്തുന്ന സ്ഥാപനങ്ങളിലെ വ്യവസ്ഥാപരമായ അഴിമതി തുറന്നുകാട്ടുന്ന ഒന്നാണ്. BJPയുടെ സഹകരണ ശൃംഖല ഒരു സ്ഥിരമായ രീതി കാണിക്കുകയും പൊതുജനങ്ങളുടെ സമ്പാദ്യം ചോർന്നു പോവുകയും ചെയ്യുന്നു. നേതാക്കൾ സംരക്ഷിക്കപ്പെടുകയാണ് ഇതിൻ്റെ പിന്നിലുള്ള നേതാക്കൾ എല്ലാവരും. സത്യത്തിൽ BJP നേതാക്കൾ പാവം നിക്ഷേപകരെ മാത്രമല്ല, സ്വന്തം പാർട്ടി പ്രവർത്തകരെയും വഞ്ചിക്കുകയാണ്. പാർട്ടിയെ പിന്തുണയ്ക്കുന്ന സാധാരണ പ്രവർത്തകർ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ മുതിർന്ന നേതാക്കൾ ഈ പണമൊക്കെ കട്ടെടുത്തുപയോഗിച്ച് ആഡംബര ജീവിതം ആസ്വദിക്കുകയാണ്. ഇപ്പോൾ ഈ പെരിങ്ങമല സംഘത്തിൽ നടന്ന തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എല്ലാ ചാനലിലും വന്നിരുന്ന് ന്യായം പറയുന്നത് കേട്ടാൽ മഹാത്മാഗാന്ധിയുടെ കുടുംബക്കാരൻ എന്ന് തോന്നിപ്പോകും. പക്ഷെ പണി പുതിയ തരം മോഷണമാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. മോഷണം ഏതായാലും വലിയ കുറ്റമാണെങ്കിലും ഇവരെയൊന്നും പിടിക്കുന്നില്ല. കാരണം കേരളം ഭരിക്കുന്ന CPMകാരും വലിയ കള്ളത്തരമാണ് നടത്തുന്നത്. കേന്ദ്രം ഭരിക്കുന്ന BJP CPM കള്ളന്മാരെ രക്ഷിക്കുമ്പോൾ BJP കള്ളന്മാരെ CPM രക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് കരുവന്നൂർ ബാങ്കിൽ നമ്മൾ കണ്ടത്. 300 കോടി രൂപയുടെ തട്ടിപ്പാണ് അവിടെ നടത്തിയത്. ആ തട്ടിപ്പ് നടത്തിയതിൽ CPMൻ്റെ MLA, മുൻ മന്ത്രി അടക്കമുള്ളവർ ഉണ്ടെന്നറിഞ്ഞിട്ടും ED അവിടെ വന്നിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിൽ ഇടപെട്ടിട്ടും ഒരു ചുക്കും ആ കേസിൽ നടന്നിട്ടില്ല. കരുവന്നൂർ അഴിമതിയിൽ CPMനെ അവർ നടത്തിയ തട്ടിപ്പിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് BJP സംരക്ഷിച്ചു നിർത്തുകയാണ്. അതോടെ ഇത്തരം സഹകരണ അഴിമതികളിൽ BJP നേതൃത്വത്തെ CPM സംരക്ഷിക്കുന്നു. സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പ് BJP CPM സഖ്യത്തിന്റെ പരസ്പര സഹകരണത്തോടെ പൊടിപൊടിക്കുകയാണ് കേരളത്തിൽ. പക്ഷേ പാവം ജനങ്ങൾ ഇവരെ ഇനിയും തിരിച്ചറിഞ്ഞില്ല എങ്കിൽ സർവ്വതും നഷ്ടപ്പെട്ട് ആത്മഹത്യ തന്നെയായിരിക്കും ഗതി.